നമസ്കാരം. സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ടർബോ ജോസിന്റെ അഴിഞ്ഞാട്ടം ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ. ടർബോ ജോസ് ഓരോ ദിവസവും ഇങ്ങനെ കുതിച്ച് ഇങ്ങനെ മുന്നേറുക. കാരണം പല തരത്തിലുള്ള ഡീഗ്രേഡിംഗ് ഒക്കെ വന്നിട്ട് പോലും ടർബോ ജോസിനെ കാണാൻ ഈ പെരുമഴയത്തും തിയേറ്ററിൽ ഇടിച്ചു കുത്തിയാണ് ജനങ്ങൾ വരുന്നത്. കാരണം ടർബോ ജോസിന്റെ കിൻഡൽ ഇടി കാണാൻ തന്നെയാണ് എല്ലാവരും തിയേറ്ററിലേക്ക് എത്തുന്നത്. എല്ലാത്തരം ഓഡിയൻസിനെയും ഒരേപോലെ പിടിച്ചിരുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മേക്കിംഗ് ആണ് ടർബോ ജോസ് എന്ന് പറയുന്ന ഈ സിനിമ. കാരണം വൈശാഖിന്റെ മധുരരാജ എന്ന സിനിമയ്ക്ക് ശേഷം വൈശാഖ് മിഥുൻ മാനുവൽ കൂട്ടുകെട്ടിൽ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചിട്ടുള്ള ഈ ചിത്രം 3 ദിവസം കൊണ്ട് നേടിയിരിക്കുന്ന കളക്ഷൻ തന്നെ അതിനെ സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഡീഗ്രേഡിംഗ് നടത്തിയവർക്കുള്ള ഏറ്റവും വലിയൊരു മറുപടി തന്നെയാണ് സിനിമയുടെ ഒരു കളക്ഷൻ റിപ്പോർട്ടും. നമുക്കിന്ന് ടർബോ ജോസിന്റെ ഒരു മേക്കിംഗ് വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടർബോ ഇതുവരെ നേടിയിട്ടുള്ള കളക്ഷൻ എന്താണ് കൂടുന്ന നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഈ ദിനം സിനിമ നേടിയിരിക്കുന്ന കേരളത്തിൽ നിന്നും 6.15 കോടി രൂപയാണ്. അതായത് ഇതുവരെയുള്ള മലയാള സിനിമകളെയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു തകർപ്പൻ കളക്ഷൻ തന്നെയാണ് ആദ്യ ദിനം കേരളത്തിൽ നിന്ന് സിനിമ സ്വന്തമാക്കിയത്. വേൾഡ് വൈഡിൽ നിന്നും സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് 17.3 കോടി രൂപ. അത് ഒഫീഷ്യലായിട്ട് മമ്മൂട്ടി കമ്പനി തന്നെ അത് പുറത്തുവിടുകയും ചെയ്തു. രണ്ടാം ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ചയും നല്ലൊരു കളക്ഷൻ തന്നെയാണ് കേരളത്തിൽ നിന്ന് നേടിയത്. 3.5 കോടിയോളം രൂപ കേരളത്തിൽ നിന്ന് സ്വന്തമാക്കുകയും വേൾഡ് വൈഡിൽ നിന്നും സിനിമ 9.95 കോടി രൂപയാണ് നേടിയിരിക്കുന്നത്. മൂന്നാം ദിനമായിട്ടുള്ള ഇന്നലെ ശനിയാഴ്ച ഒരു ഗംഭീര കളക്ഷൻ തന്നെ കേരളത്തിൽ നിന്നും സിനിമ വാരിക്കൂട്ടി എന്നുള്ളതാണ്. 4 കോടിയോളം രൂപയാണ് കേരളത്തിൽ നിന്നും മാത്രം സിനിമ കരസ്ഥമാക്കിയത്. എന്നാൽ വേൾഡ് വൈഡിൽ നിന്നും സിനിമ 13.5 കോടിയോളം രൂപ സിനിമ ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് 40 കോടിക്ക് മുകളിലാണ്. അതൊരു വിജയമെന്നല്ലാതെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും. ഇപ്പോൾ 3 ദിവസം കൊണ്ട് 40 കോടി സിനിമ നേടിയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ഞായറാഴ്ചത്തെ കളക്ഷൻ കൂടെ വരുമ്പോഴത്തേക്ക് സിനിമ 50 കോടിയിലേക്ക് കയറുന്ന ഒരു അനായാസ ചിത്രമായിട്ട് ടർബോ ജോസ് മാറും എന്നുള്ളതിൽ ഒരു സംശയമില്ല. മമ്മൂട്ടി കമ്പനി ഇറക്കിയിട്ടുള്ള ഈ ഒരു സക്സസ് വീഡിയോ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് നമ്മുടെ വീഡിയോ കിട്ടില്ലായിട്ടുണ്ടല്ലേ. ആ ഒരു മേക്കിംഗ് വീഡിയോയിൽ മമ്മൂക്കാട് അവസാനത്തെ ആ ഒരു ലുക്കും ആ ജീപ്പിനകത്തിൽ നിന്നുള്ള ഒരു നോട്ടമൊക്കെ ഒരു രക്ഷയിലാണ്. കാരണം ആ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ആ സിനിമയിൽ ആക്ഷനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഈ സിനിമയിൽ ഇതിന്റെ സ്റ്റണ്ട് മാസ്റ്റർ ആയിട്ടുള്ള ഫിനിക്സ് പ്രഭു തന്നെ പറഞ്ഞിരുന്നു, ഒരു ചെറിയ സീനിൽ പോലും ഡൂപ്പിനെ വേണ്ട എന്ന് പറഞ്ഞ് മമ്മൂക്ക തന്നെയാണ് ഇതിനകത്ത് ഫൈറ്റ് സീനൊക്കെ ചെയ്തത്. കാരണം മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ ബിഗ് ബഡ്ജറ്റ് ചിത്രവും കൂടിയാണ്. അപ്പോൾ ആ സിനിമ വിജയിക്കുക എന്നുള്ളത് അത് മമ്മൂട്ടിയുടെയും കൂടെ ആവശ്യം തന്നെയാണ്. എന്താണെങ്കിലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള ആ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ് കേട്ടോ. നമുക്കത് ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറം തന്നെയാണ്. 1 ദിവസം കൊണ്ട് സിനിമ 40 കോടി എത്തിയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം ഈ സിനിമ ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ 100 കോടി ക്ലബിൽ കയറുന്ന യാതൊരു സംശയമില്ല. കാരണം ഈ മഴയത്ത് പോലും തിയേറ്ററുകളിൽ ആളുകൾ ഇടിച്ചു കയറുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു വിജയം. അപ്പൊ നെഗറ്റീവ് കമന്റുകൾ ഇട്ടവർക്കൊക്കെ നമ്മൾ വലിയൊരു സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം നിങ്ങൾ ഇത്രത്തോളം ഈ ഒരു സിനിമയെ വിജയത്തിലേക്ക് എത്തിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ എത്ര നെഗറ്റീവ് കമന്റുകൾ ഇട്ടാലും ആ നെഗറ്റീവ് കമന്റുകളൊക്കെ മലയാള സിനിമ പ്രേക്ഷകർ അത് തള്ളിക്കളയും. കാരണം മോശം സിനിമ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിനിമയെ കുറിച്ചിട്ട് മോശം ഇടാം. കാരണം ഈ 72 വയസ്സുകാരൻ ഈ സിനിമയ്ക്കകത്ത് ഇങ്ങനെ അഴിഞ്ഞാടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് നമുക്ക് നെഗറ്റീവ് പറയാൻ സാധിക്കുക? കാരണം അത്രത്തോളം എഫേർട്ട് എടുത്ത് പുള്ളി ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ അത് മോശമാണ് എന്ന് പറയുന്ന ഈ പൊട്ടന്മാരോടൊക്കെ പറയാനുള്ളത് വലിയ നന്ദി എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും സിനിമ 100 കോടി ക്ലബിൽ കയറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 100 കോടിക്ക് മേളിൽ സിനിമ ഉറപ്പായിട്ടും തിയേറ്ററിൽ ഈ സിനിമ കളക്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ വിശ്വാസക്കുറവും എനിക്കില്ല. എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിച്ച് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ശുഭപ്രതീക്ഷ, നിങ്ങളുടെ സ്വന്തം സിനിമാ കാഴ്ച.